പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വിലാപത്തെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകും. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ചിന്ത മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വേദഭാഗമാണ്. ഇപ്രകാരം വായിക്കുന്നു: പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നപ്പോൾ ആരവാരത്തെയും വളരെ കരഞ്ഞ് വിലപിക്കുന്നവരെയും കണ്ടു. 37-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: പത്രോസും യാക്കോബിന്റെ സഹോദരൻ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. യേശു കർത്താവിന്റെ ഇഹലോകത്തിലെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരുമായി യായിറോസിന്റെ വീട്ടിലേക്ക് ഒരു വിലാപ ഭവനമായി മാറിയ ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയി ഒരു വലിയ വിടുതൽ നടക്കുന്ന ഒരു ശുശ്രൂഷ നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. യായിറോസ് എന്ന പള്ളിപ്രമാണി യേശുവിനെ അപ്രോച്ച് ചെയ്യുന്നത് തന്റെ മകളുടെ അത്യാസന്ന നിലയിലെ അവസ്ഥ കണ്ടിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. യായിറോസിന് ഒരു കാര്യം അറിയാം. ഇന്നലെ യായിറോസ് പറഞ്ഞു, യേശുവിന്റെ പിന്നാലെ പോയാൽ, യേശുവിനെ വിളിച്ചാൽ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കുമെന്ന് പറഞ്ഞ അതേ യായിറോസ് തന്റെ വീടിനകത്ത് തനിക്ക് പരിഹരിക്കാൻ പറ്റാതെ, ലോകവൈദ്യന്മാർക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയം അഭിമുഖീകരിച്ചപ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് യായിറോസ് പോകുന്ന ഒരു കാഴ്ച. യേശുവിന്റെ അടുക്കിലേക്ക് യായിറോസ് ചെന്നിട്ട് യായിറോസ് യേശുവിനോട് പറയുകയാ, എന്റെ മകളുടെ അവസ്ഥ ഇന്നതാണ്, നീ എന്റെ കൂടെ വരണം. ഒട്ടും തന്നെ സമയം കളയാതെ യേശു കർത്താവ് യായിറോസിന്റെ കൂടെ യായിറോസിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. യായിറോസിന്റെ ഹൃദയത്തിനകത്ത് വല്ലാത്ത വേദനയും വല്ലാത്ത നിരാശയും ഭാരവും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. താൻ കണ്ടിട്ടു വന്ന കാഴ്ച അതാണ്. തന്റെ മകളുടെ അവസ്ഥ, അത്ര രൂക്ഷമായ ഒരു അവസ്ഥ താൻ കണ്ടിട്ടു വന്നതാണ്. യേശുവുമായി യായിറോസ് തന്റെ ഭവനത്തിലേക്ക് പോകുന്നു. ആ വേളയിലാണ് 12 വർഷക്കാലമായി രക്തസ്രാവക്കാരെത്തിയായ ഒരു സഹോദരി യേശുവിന്റെ വർത്തമാനം കേട്ടിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് സൗഖ്യം പ്രാപിക്കുന്ന ഒരു കാഴ്ച. അവിടെ സ്പെൻഡ് ചെയ്ത അതേ ടൈമിൽ ആവശ്യബോധ്യവുമായി വന്ന യായിറോസിന്റെ വീടിനകത്ത് മരണം സംഭവിച്ചു കഴിഞ്ഞു. തന്റെ പ്രതീക്ഷകൾ മുഴുവനും അസ്തമിച്ചുപോയി. താൻ വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന തന്റെ കുഞ്ഞ്, തന്റെ മകൾ വീടിനകത്ത് മരണപ്പെട്ടിരിക്കുന്ന വാർത്ത ക്ഷണത്തിൽ താൻ കേൾക്കുന്നു. ഇന്നലകളിൽ ചിരിച്ച, ഇന്നലകളിൽ സന്തോഷിച്ച, ഇന്നലകളിൽ അപ്പന്റെ കൂടെയിരുന്ന ആ മകൾ ഇന്ന് ചിരിയില്ല, സന്തോഷമില്ല, ഭക്ഷണം കഴിക്കത്തില്ല, സംസാരിക്കത്തില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് ആ കുഞ്ഞ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. താൻ യേശുവിന്റെ കരത്തിൽ പിടിച്ചിരിക്കുകയാണ്. യേശുവിനെ കൊണ്ട് ഭവനത്തിലേക്ക് പോകുകയാണ്. ഭവനത്തിൽ നിന്ന് താൻ കേൾക്കുന്ന കേൾവി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട, കുട്ടി മരിച്ചിരിക്കുന്നു. നാളിതുവരെ ശിക്ഷകണങ്ങളാകട്ടെ, ജനങ്ങളാകട്ടെ കണ്ട കാഴ്ചകൾ, കുരുടനെ കാഴ്ച കൊടുക്കുന്നു, മുടന്തനെ നടത്തുന്നു, ചെകിടനെ കേൾപ്പിക്കുന്നു, ഊമനെ സംസാരിപ്പിക്കുന്നു, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു, ഇത്യാദി അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ യേശുവിലൂടെ ചെയ്യുന്ന കാണുന്ന ജനങ്ങൾ, ശിഷ്യഗണങ്ങൾ, അവരുമായി ഒരുമിച്ച്, ശിഷ്യന്മാരുമായി ഒരുമിച്ച് യേശു യായിറോസിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു അസാധാരണമായ കാഴ്ച യേശു ആ ശുശ്രൂഷയിലൂടെ കാണിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. നാളിതുവരെ ലൈവിൽ കണ്ടിട്ടില്ലാത്ത ഒരു വിടുതൽ, നാളിതുവരെ ലൈവിനകത്ത് വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി
നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുന്നെന്ന് ദൈവവചന പ്രകാരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക. യായിറോസ് യേശുവിനെ കൊണ്ട് പോകുന്ന വഴിയിൽ പാതി വഴിയിൽ തന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു. വീട്ടിൽ നിന്ന് ദുരന്തത്തിന്റെ വാർത്ത കേട്ടു, വീട്ടിൽ നിന്ന് മരണത്തിന്റെ വാർത്ത കേട്ടു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ യേശുവിന്റെ മറുപടി ഏതവസ്ഥയിലും, രോഗത്തിൽ മാത്രമല്ല മരിച്ചുപോയതിലും ആ വിഷയത്തിനകത്തും പരിഹാരം കൊടുക്കാൻ ജീവന്റെ ദാതാവായ യേശു കൂടെ നിൽക്കുവാനിടയായി. ഹല്ലേലൂയ. ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്ന എന്ന് കേട്ട വാർത്തയിൽ യേശു പറഞ്ഞു, ധൈര്യപ്പെടുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു യായിറോസിന്റെ ഭവനത്തിലേക്ക് പോയി. പത്രോസ് യാക്കോബ് യോഹന്നാനെ കൂട്ടി യായിറോസിന്റെ വീടിനകത്തേക്ക് കയറി കരയുന്നവരെയും വിലപിക്കുന്നവരെയും പുറത്താക്കിയിട്ട് പത്രോസും യാക്കോബും യോഹന്നാനും യേശുവും കൂടെ ആ റൂമിനകത്ത് ബാലയോട് പറയുകയാ, ഖലീലാക്കുമി, എഴുന്നേറ്റു വരിക എന്ന് പറഞ്ഞ് മരണത്തെ കാണ്ടുപോയെന്ന് ലോകം പറഞ്ഞ് മരിച്ചു എന്ന് വിധി എഴുതിയ വിഷയത്തിനകത്ത് യേശു കർത്താവിന്റെ ജീവൻ അവിടെ വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നാം വിധി എഴുതി തള്ളിയ വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുന്നിൽ കാണും. ഇനി ഒരു കാരണവശാലും ഈ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയത്തില്ല എന്ന് നാം തന്നെ വിധി എഴുതിയതായിരിക്കാം. ഇനി പ്രാർത്ഥിച്ചിട്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാകത്തില്ലെന്ന് നമ്മുടെ ബുദ്ധിമണ്ഡലം നമ്മളോട് പറഞ്ഞതായിരിക്കാം. ഇന്ന് പലരും ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ തയ്യാറാകുക. മരണത്തിലേക്കല്ല, ജീവനിലേക്ക് നടത്തുന്ന യേശു കർത്താവിന്റെ കരം നമ്മുടെ കൂടെ ചലിക്കുന്നുണ്ട്. വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റി വിലാപത്തെ സന്തോഷമാക്കി മാറ്റാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരം. ആ ഭവനം ഒരു വിലാപ ഭവനമായി മാറിക്കഴിഞ്ഞു എന്ന് അവിടെയുള്ളവർ മുഴുവനും ചിന്തിച്ചു. കുഞ്ഞിന്റെ അപ്പൻ വരെ ചിന്തിച്ചപ്പോൾ യേശു പറഞ്ഞു, ധൈര്യപ്പെടുക, വിശ്വസിക്കുക. മരണമല്ല, അവിടെ ജീവൻ വെളിപ്പെടുകയാണ്. നിശ്ചയമായി നാം എഴുതി തള്ളിയ, നടക്കത്തില്ലെന്ന് പറഞ്ഞ, ഇനിയും ഈ നഷ്ടബോധത്തിൽ തന്നെ തുടരണമെന്ന് പറഞ്ഞ, എന്റെ ഈ കഷ്ടത മാറത്തില്ലെന്ന് പറഞ്ഞ ഇത്യാദി വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ജീവൻ വെളിപ്പെട്ട് വലിയ മറുപടി ചലിച്ച് നമുക്ക് വേണ്ടി സർവശക്തിയുള്ള ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് നിശ്ചയമായി വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. വിലാപങ്ങളെ മാറ്റി സന്തോഷമാക്കി മാറ്റുന്ന, നമ്മുടെ തല കുനിക്കാനല്ല, തല ഉയർത്തി തന്നെ നിർത്തി സന്തോഷത്തെ തരുന്ന, വിലാപങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ കരം ചൊല്ലിക്കുന്നു. വളരെ പ്രാർത്ഥനയോടായിരിക്കാം. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.